ഹലോ, ഇറ്റ്സ് മീ അഞ്ജലി. വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് ബ്ലിസ്. സീറോ വേസ്റ്റ് ബ്ലിസ് ജേർണിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ മുത്താലം ALP സ്കൂളിലെ അധ്യാപകനാണ്. ഇവിടെ 100-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. LP സ്കൂളാണ്. നമുക്ക് ഇവിടെ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6-7 മാസത്തോളമായിട്ടുണ്ട്. അവർ വേസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇടുന്നുണ്ടോ, എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് സാറിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. എൻ്റെ പേര് അസ്ബാർ ഖാൻ. ഞാൻ മുത്താലത്തെ ALP സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങൾ സ്കൂൾ LP 5ാം ക്ലാസ് വരെയുള്ള LP സ്കൂളാണ്. ഏകദേശം 120-ലധികം കുട്ടികൾ പഠിക്കുന്ന ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളാണ്. ഇവിടെ ആദ്യ ഭക്ഷണം ഇവിടെ പ്രധാനമായിട്ട് 2 രീതിയിലാണ് ഭക്ഷണം ഉണ്ടാകുന്നത്. ഒന്ന് 11 മണിക്ക് കഞ്ഞി കൊടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഉച്ചഭക്ഷണം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഭക്ഷണാവശിഷ്ടങ്ങളുണ്ട്. സാധാരണ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നതിന് മുമ്പ് വരെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് കൊടുക്കരുത്. കാരണം അവിടെ ഫാമുണ്ട്. അപ്പോൾ അവരിവിടെ ബക്കറ്റ് വെക്കും, അതിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ ചെയ്യാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് വന്നതിന് ശേഷം കഞ്ഞി വെള്ളം ഉള്ളത് അവർക്ക് കൊടുക്കും. ബാക്കിയുള്ള ഉച്ചഭക്ഷണ അവശിഷ്ടങ്ങൾ ഞങ്ങൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇവിടെ പച്ചക്കറി തോട്ടം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വളം ഇതിൽ നിന്നും ഉണ്ടാക്കാം എന്നൊരു ഉദ്ദേശം ഞങ്ങൾക്ക് ഇതിൽ നിന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ ബിന്നാണ് ഉപയോഗിക്കുന്നത്. അതിൽ നേരത്തെ പകുതിയിലധികം ബിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം എന്തായാലും സ്കൂൾ പൂട്ടുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് വളം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല. മാത്രമല്ല കുട്ടികൾക്ക് നല്ലൊരു ഉപദേശം, ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സംസ്കരിക്കണം എന്നുള്ളൊരു പൊതു ഉദ്ദേശം കൂടി ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കത് മനസ്സിലാക്കുകയും അത് അവർ പ്രായോഗികമാക്കി പെടുത്തുമ്പോൾ അവരുടെ വീടുകളിലും ഇതേ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മികച്ച ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. എത്രയായിട്ടുണ്ട് ഇപ്പോൾ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ സ്കൂളിൽ? ഞങ്ങളിപ്പോൾ ജൂലൈ ശേഷമാണ് കിട്ടിയത്. 5-6 മാസത്തിൻ്റെ അടുത്തായി. സാധാരണ രീതിയിൽ ഇവിടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. അവിടെ പശുവിനെ വളർത്തുന്നവർക്ക് കൊടുക്കലാണ് ചെയ്യല്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് മാറ്റി. ഓക്കെ, കിട്ടുന്നതിന് മുൻപും കിട്ടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണ്? കിട്ടിയതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഒന്ന് തന്നെ കൊടുക്കല്. പിന്നെ കാരണം ഇവിടെ രാവിലെ പിന്നെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഉച്ചഭക്ഷണം ഉണ്ടാവല്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർക്ക് വെള്ളം അതിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ മറ്റേ വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രം ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഫുഡ് കുട്ടികൾ കഴിച്ചതിന് ബാക്കിയുള്ള ഫുഡ് എങ്ങനെയാലും സ്കൂളാകുമ്പോഴും ഫുഡ് വരുമല്ലോ. ഡെയിലി വേസ്റ്റ് ഇടുന്നില്ലേ? ഡെയിലി വേസ്റ്റ് ഇടുന്നുണ്ട്. ഇപ്പോൾ എത്ര ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്? ടാങ്ക് നിറഞ്ഞില്ല. ഇപ്പം നിലവിലിപ്പോൾ ഞാൻ ഒരു ടാങ്കിൻ്റെ പകുതിൻ്റെ കൂടുതൽ അതിന് ശേഷം വളാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം 2ാമത്തെ ടാങ്ക് ഓപ്പൺ ആക്കി വെച്ചു. എന്താവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മെച്ചുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി 2ാമത്തെ ടാങ്ക് ഇപ്പോൾ ഇതാക്കിയാണ്. 1ാമത്തെ ടാങ്ക് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വളം ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് ഇടുന്നേ ഉള്ളൂ. 2ാമത്തെ ടാങ്കിലാണ് ഇപ്പോൾ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ 1ാമത്തെ ടാങ്കിൽ ഇപ്പോൾ ഞാൻ വേസ്റ്റ് ഇടുന്നത് നിർത്തി. അവിടെ ഇപ്പോൾ ഇത് പൊടി മാത്രമേ ഇടുള്ളൂ. ഇപ്പോൾ വളം ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ആവും. അതായത് ഇപ്പൊ ഒന്നിൽ നിർത്തി വെച്ചു എന്ന് പറഞ്ഞു. അതിലേക്ക് ഇനി പൗഡർ ഇടണമെന്നില്ല കേട്ടോ. ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2-3 പിടി ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഏകദേശം 6 മാസത്തോളം എന്തായാലും ടൈം എടുക്കും ആയി കിട്ടാന്. അപ്പൊ എനിക്ക് തോന്നുന്നു നവംബർ തൊട്ടാണ് ഞാൻ 2ാമത്തേലേക്ക് ഏകദേശം നമുക്ക് തുറന്നു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതിലുണ്ട്. അപ്പൊ അതില് പുഴുക്കളല്ല, ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇനി അതിൽ തന്നെ ചത്തുപോകും. അങ്ങനെയായിട്ടാണ് നമുക്കത് വളമായിട്ട് കിട്ടുക. ഒരു ടാങ്ക് നിറഞ്ഞോ? 2ാമത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ടാങ്ക് ഫുള്ള് നിറഞ്ഞെന്നല്ല, ഒരു ടാങ്ക് ഏകദേശം പകുതിന്റെ മുക്കാലിന്റെ അടുത്തോളം എത്തി. അപ്പം നിങ്ങളെ കാറ്റലോഗിൽ തന്നത് 1/4 ഭാഗം നിറഞ്ഞാൽ മതി എന്നല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ കുറച്ച് നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് അരനെക്കാട്ടും കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ ആ ടാങ്ക് ക്ലോസ് ചെയ്തിട്ട് 2ാമത്തെ ടാങ്ക് അത് വളം ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2ാം ടാങ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ലാസ്റ്റ് അടച്ചു വെച്ച് പിന്നോക്കുല ഇട്ട് കൊടുത്തിട്ടല്ലേ? അത് ഇനോക്കുലിട്ട് അവസാനിച്ചു. അതിനുശേഷം 2ാമത്തെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ താഴത്ത് ആദ്യം പൗഡർ ഇട്ടു. അതിന് ശേഷമാണ് ഈ പറയുന്ന വേസ്റ്റ് ഇട്ടിട്ട്. 2ാമത്തെ എല്ലാതരം വേസ്റ്റ് ഇടുന്നില്ലേ? എല്ലാത്തരം വേസ്റ്റ് ഇടുന്നുണ്ട്. വെള്ളം മാത്രം വലിയ കുറച്ച് സമയത്ത് കുട്ടികളായതുകൊണ്ട് അതൊരു പ്രശ്നം എന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ അറിയാണ്ട് കുട്ടികൾ അതിലേക്ക് ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതിനെ കുറിച്ച് വെള്ളം കൂടി അതിലേക്ക് എന്ത് ചെയ്തു വിട്ടുപോയി. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്
ആ വെള്ളത്തിന്റെ അംശം ഇപ്പൊ കുറച്ച് കൂടിയാലും അതിനനുസരിച്ച് ഇനോക്കുൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് സ്ലറി ആയിട്ട് ഡ്രൈ ആയിട്ട് ഓക്കെ ആവും. കുട്ടികളാണോ വേസ്റ്റ് ഇടുന്നത് അതോ കിച്ചണിലുള്ള അവരാണ്? അല്ല, കുട്ടികൾ തന്നെ. കാരണം അവർ ഭക്ഷണം ആ ശാലയുണ്ട്, അവിടുന്ന് കുട്ടികൾ ഇങ്ങനെ വരും, എന്നിട്ട് അതിലേക്ക് ഇടും. കാരണം ക്ലാസ് വൈസ് ആയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് 1ാം ക്ലാസ്സിലെ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ഇടും, പിന്നെ പോവും. അതേപോലെ അപ്പോൾ കുട്ടികളോട് നേരത്തെ പറയും, വലിയ കുട്ടികളാകുമ്പോൾ പ്രശ്നമില്ല, അവർ അതിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രശ്നം വെച്ചാൽ ചെറിയ കുട്ടികളായതുകൊണ്ട് ഈ പുഴുക്കൾ ഉള്ളതുകൊണ്ട് ചില കുട്ടികൾക്ക് ഇടാനുള്ളൊരു മടിയുണ്ട്. അവർ നേരെ സാധാരണ പോലെ മറ്റുള്ള അവരുടെ ഡസ്റ്റ്ബിനും അവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അതിൽ കളക്ട് ചെയ്തിട്ട് അതൊന്നിച്ച് അല്ല അതൊന്നും ഇടല്ല. കാരണം അതിൽ ഓൾറെഡി നല്ലോണം വെള്ളം ഉണ്ടാകലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇടലില്ല. ചില കുട്ടികൾക്ക് ഈ പുഴുക്കളെ കാണുമ്പോൾ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, നേരെ ഡസ്റ്റ്ബിനിലേക്ക് ഇടും. മറ്റുള്ള കുറച്ച് കുട്ടികൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികള് ഇങ്ങനെ പ്രശ്നമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് ഈ പുഴുക്കൾ വരുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു. അത് ചെറിയ കുട്ടികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ബാക്കി 4-5 മൂന്നത്തെ കുട്ടികളോട് കാര്യം പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്ക് പ്രശ്നമല്ല. ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് ബുദ്ധിമുട്ടില്ല. കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്.